ഇദാ മരിളൽ അബ്ദു കുതിബ ലഹു മാ യഅമലു സ്വഹീഹ മാ കാന യഅമലു സ്വഹീഹ. ആരോഗ്യമുള്ള സമയത്ത് നന്മയ്ക്ക് വേണ്ടി ഓടി നടന്നു, തഹജ്ജുദ് നിസ്കരിച്ചു, കാശുള്ള കാലം വേണ്ട പോലെ ആളുകൾക്ക് വേണ്ടി ആളുകൾക്ക് നൽകിയത്, സഹായിച്ചത്, അയാള് പെട്ടെന്ന് ആകെ തകർന്നു പോയാൽ കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹ, അവൻ ഏറെ കാശുണ്ടായിരുന്ന അന്ന് ചിലവഴിച്ച പോലെ ഇന്ന് കാശില്ലാത്ത സമയത്തും അവന്റെ കർമ്മങ്ങളിൽ രേഖപ്പെടുത്തും, അവന്റെ ആ ഏടുകളിൽ രേഖപ്പെടുത്തുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ചെറുപ്പക്കാരോട് പ്രത്യേകമായി പറയാറുള്ളത്, ആരോഗ്യ സമയം, യുവത്വ സമയം, അന്ന് ആരോഗ്യം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാണ്, എല്ലാ രീതിയിലും ചലിപ്പിക്കാനാവും, ഓടാനാവും. അന്ന് നിങ്ങൾക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നമില്ല, അന്ന് റുക്കോഹിൽ ഹിപ്പ് വേദനിക്കുന്ന ബുദ്ധിമുട്ടില്ല, അന്ന് കാല് മടങ്ങാത്ത പ്രയാസങ്ങൾ, അന്ന് കാല് മടക്കി അവയവങ്ങൾ മുഴുവനും വെച്ച് സുജൂദ് ചെയ്താൽ ഒരു കാലം അല്ലാഹു ആഫിയത്ത് നിലനിർത്തി തരണേ റബ്ബേ. അങ്ങനെ ഒരു പരീക്ഷണം നേരിടുമ്പോ യുവത്വ കാലത്ത് മനോഹരമായി പെർഫെക്റ്റായി ആരാധനകൾ നിർവഹിച്ചാൽ ആ കൂലി അവന് പ്രയാസം വരുന്ന സമയത്തും അല്ലാഹു കൊടുക്കുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി സമ്പത്ത് ഉള്ള സമയത്ത് ചിലവഴിച്ചാൽ നീ അങ്ങ് പാപ്പരായാലും അന്നും നിനക്ക് ഒരു റമളാനിൽ എല്ലാത്തിനും നീ നൽകി. വെള്ള വിതരണത്തിന്, നോമ്പ് തുറക്ക്, ഉറുദിക്ക് പ്രസംഗത്തിന് വന്നവർക്ക്, കൈകാണിച്ച് കെട്ടിക്കാൻ പ്രായമായ കുട്ടിയുടെയും ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ട അവരുടെ ബാപ്പയുടെയും ഉമ്മയുടെയും, ഒരു കൂരയില്ലാത്ത പ്രയാസം പറഞ്ഞവരുടെയും എല്ലാവർക്കും തന്നാലാവുന്നത് കൈയിട്ട് നോക്കാതെ എടുത്തു കൊടുത്താൽ ഒരു നോമ്പിന് നീ പറ്റ പാപ്പരായി പോയാല് കഴിഞ്ഞ നോമ്പിന് നീ ചിലവഴിച്ച ആ ധർമ്മത്തിന്റെ കൂലി അങ്ങനെ തന്നെ ഈ കൊല്ലവും അല്ലാഹു രേഖപ്പെടുത്തും. ഇദാ മരിളൽ അബ്ദു കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹ. നല്ല ഒഴിവ് സമയം കിട്ടിയിരുന്നു ടീനേജിൽ. കുടുംബ പ്രാരാബ്ദങ്ങളില്ല, മക്കളില്ല, ഭാര്യമാരില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കല്യാണത്തിന് മുമ്പേ ഉള്ള ഒരു സമയം, സന്താനങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു സമയം, പ്രാരാബ്ദങ്ങൾ വരുന്നതിന്റെ മുമ്പേ ഉള്ള ഒരു സമയം, ഉപ്പയുടെയും ഉമ്മയുടെയും തണലിൽ ജീവിക്കുന്ന സമയം. അള്ളാഹ്ക്ക് വേണ്ടി സമയം വിനിയോഗിച്ചാൽ ഒരു നാള് നിൻ ടൈറ്റ് ഷെഡ്യൂളിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഒഴിവ് സമയത്ത് പള്ളിയിൽ വന്നവനെ പോലെ ഒഴിവില്ലാത്ത മൈഷത്തിനും മറ്റാവശ്യങ്ങൾക്കും ഓടിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിലും ഒഴിവുള്ള സമയത്ത് പോയവനെങ്കിൽ ആ കൂലി അല്ലാഹു നൽകുമെന്ന് കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹ. അതുകൊണ്ട് ഒഴിവ് സമയം, ആരോഗ്യമുള്ള സമയം, സമ്പത്ത് കയ്യിലുള്ള സമയം, ഇനി മറ്റൈശ്വര്യങ്ങളൊക്കെ കിട്ടുന്ന സമയം, അതാണ് സ്വഹീഹ്. നല്ല സമയത്ത് കൊടുത്താൽ അതിൽ വല്ല സ്കേഴ്സിറ്റിയും അപര്യാപ്തതയും വരുമ്പോ അല്ലാഹു നല്ല സമയത്തെ കൂലി തന്നെ അവന് കൊടുക്കുമെന്ന്. ഇന്നൽ അബ്ദ ഇദാ കാന അലാ ത്വരീഖത്തിൻ ഹസന ثم مرض قيل للملك الموت ملك الموكل به اكتب له مثل عمله. ഒരാള് നല്ലൊരു വഴിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾക്ക് രോഗമായത്. കാസർഗോഡ് ഒരു സഹോദരൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഉമ്മ 1.5 കൊല്ലമായി, സലീൽ കമ്പാർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, സലീല് 1.5 കൊല്ലമായി, ഒരുപാട് പ്രായമായ ഉമ്മ, ക്യാൻസർ ബാധിച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ട്രീറ്റ്മെന്റ് കഴിയില്ല. ആ ശരീരത്തിന് ക്യാൻസറിന് നൽകുന്ന ക്യാപ്സൂളുകളോ അതിന് നൽകുന്ന ഇഞ്ചക്ഷനുകളോ കൊടുക്കാൻ കഴിയാത്ത അത്ര ബലഹീനമായ ശരീരം. മരണം മുന്നിൽ കണ്ട് കിടക്കുന്ന ഉമ്മാക്ക് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു പോയ സഹോദരൻ, അല്ലാഹുവേ അവർക്ക് നീ മരണമാണ് ഖൈറെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് നീ മരണം പ്രദാനം ചെയ്യണേ റബ്ബേ. അല്ല തിരിച്ചു വന്ന് ഒരുപാട് കാലം നിനക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കലാണ് ഖൈറെങ്കിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്.
നല്ലൊരു വഴിയിൽ സഞ്ചരിക്കുക രോഗിയായാൽ ഖീലലിൽ മലിക്കിൽ മുവക്കലി ബിഹി അവനെ ഏൽപ്പിക്കപ്പെട്ട മാലാഖമാരോട് പറയുമെന്നാണ് ഉക്തുബ് ഉക്തുബ് You must write നിർബന്ധമായിട്ടും എഴുതിയേക്കണം. എന്ത് എഴുതണം? മിസ്ല അമലിഹി അവൻ ഇന്നലകളിൽ ചെയ്ത അമല് പോലെ. പനിച്ചിട്ട് പള്ളിയിൽ വന്നില്ല, ശ്രദ്ധിക്കേണ്ടതില്ല. ഇന്നലെ പോയിരുന്നോ എങ്കിൽ ഇന്നും വീട്ടിലിരുന്ന് പോകാൻ പറ്റാത്ത വിഷമം പല സന്ദർഭങ്ങളിലും പലരും പറയാറുണ്ട്. ഉപ്പക്ക് വരണമെന്നുണ്ട്, പറ്റുന്നില്ല, സങ്കടം പറയുന്നുണ്ട്. ഉസ്താദേ, ആ അമൽ അല്ലാഹു ഇന്നലെ വന്നവനെങ്കിൽ രോഗം കാരണവും മറ്റും വരാതെ പോയാൽ അവൻ അല്ലാഹു രേഖപ്പെടുത്താൻ മാലാഖമാരോട് നിർദ്ദേശം നൽകുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഒരു രോഗിയോട് അല്ലാഹു കാണിക്കുന്ന കനിവത്രേ ഇത്. ഒരു രോഗിയോട്, ഒരു പാപ്പരായ ആളോട്, ഒരു സമയമില്ലാത്ത ആളോട്, ഒരു പ്രയാസമുള്ള ആളോട് അല്ലാഹു കാണിക്കുന്ന കനിവ് ഇതാണെങ്കിൽ ഹബീബ് പറയട്ടെ, തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ, കാരുണ്യവാനായ റബ്ബിന്റെ സ്വഭാവം മനുഷ്യരെ നിങ്ങൾക്കും ഇത്തിരി സ്വീകരിച്ചൂടെ? തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ, കാരുണ്യവാന്റെ സ്വഭാവം അതാണ് അബലരോട്, പ്രയാസമുള്ളവരോട്, രോഗികളോട് അല്ലാഹു സ്വീകരിക്കുന്ന നിലപാട് അതാണെങ്കിൽ അത് നിങ്ങൾക്കും ഒന്ന് ജീവിതത്തിൽ പകർത്തിക്കൂടെ? തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ ഉജ്ബിൻ വമിൻ അറബി. അതുകൊണ്ട് കനിവിന്റെ ചിറകുകൾ രോഗികൾക്ക് താഴ്ത്തി കൊടുക്കണമെന്നാണ്. فأما من أعطى واتقى فصدق بالحسنى فسنيسره لليسرى. فأما من أعطى واتقى, പടച്ചവനെ സൂക്ഷിച്ച് അവന് കിട്ടിയ നിയമത്ത് നൽകിയവർ, فصدق بالحسنى. فأما من أعطى واتقى فصدق بالحسنى فسنيسره لليسرى. അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. പോക്കറ്റിൽ കൈയിട്ടിട്ട് ആവശ്യക്കാരുടെ ആവശ്യം നിറവേറ്റാൻ ശ്രമിച്ചാൽ അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫഅമ്മാ മൻ ബഖില, എന്നാൽ മൈസറായി ബഖീലായി ഒരാൾ, ഫസ്തഅന തൻ പോരിമ പറയുകയും ചെയ്തു. ഓരോരുത്തർ വന്ന് കൈ കാണിക്കും, എങ്ങനെ അധ്വാനിച്ചിട്ടാ കിട്ടിയത് എന്നറിയോ? ഫഅമ്മാ മൻ ബഖില വസ്തഅന, ഒന്ന് അന്വേഷിക്കൊക്കെ വേണം. കുറെ ആൾക്കാർ ബംഗാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒറീസയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, അതർ സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്. വേഷം മാറി റമളാനല്ലേ എന്ന് കരുതിയിട്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാവരെയും വീട്ടിലും പള്ളിയിലും അഡ്മിറ്റ് ചെയ്യുന്നതും ശരിയല്ല. ഫസ്തഗ്ന, അവന്റെ മനസ്സാണ് തൻ പോരിമ പറയാ, ഞാൻ അങ്ങനൊന്നും ആർക്കും കൊടുക്കൂല, ഉറപ്പുവരുത്തിയിട്ട് മാത്രം. ഫസ്തഗ്ന വകذب بالحسنى നഹ്നു നഹ്കുമു ബില്ലവാഹിരി, ബാഹ്യം നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞത്. ഉള്ളു ചൂഴ്ന്ന് നോക്കേണ്ടതില്ല. പച്ചയായി അമുസ്ലിമാണെന്നോ അല്ലെങ്കിൽ വഞ്ചനയാണെന്നോ അറിഞ്ഞാൽ വിടണമെന്നല്ല പറഞ്ഞതിനർത്ഥം. ആരെ കണ്ടാലും ഒന്ന് എന്താ പറയാ, ഒരു ചാരപ്പണി പോലെ അല്ലെങ്കിൽ മറ്റു ഇന്റലിജൻസ്, അതുപോലെ CBI-കാരുടെ ഒക്കെ പണി പോലെ എല്ലാരെ കണ്ടാലും അത് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഒരു യുദ്ധത്തിന് പോയപ്പോ ഒരു ശത്രുപക്ഷത്തിൽ ഒരാള് മുസ്ലിം പക്ഷക്കാരെ ഓടിച്ചിട്ട് വെട്ടാൻ ശ്രമിച്ചു. ജീവനും കൊണ്ടോടിയിട്ടാണ് രക്ഷപ്പെട്ടത്. കുറെ കഴിഞ്ഞപ്പോഴുണ്ട് അയാൾ ഒറ്റക്ക് നിൽക്കുന്നു. സഹാബത്ത് മുഴുവനും അയാളെ നേരെ ചേറിയടുത്ത് വെട്ടാൻ വാളോങ്ങുമ്പോഴേക്ക് അയാളെ കയ്യിൽ ഉണ്ടായിരുന്ന ഖഡ്ഗം ഒരു ഈത്തപ്പനയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഞങ്ങൾ കേൾക്കാൻ അയാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. നോക്കിയില്ല, സഹാബത്ത് അയാളെ വെട്ടിവീഴ്ത്തി നബിയുടെ അടുക്കൽ വന്നിട്ട് വലിയ സംഭവമായിട്ട് പറഞ്ഞു, നബിയെ ഇങ്ങനെ ഒരാൾ നല്ല രസമുണ്ടായിരുന്നു, ഞങ്ങളെ വെട്ടാൻ ഓടിച്ചു, ഞങ്ങൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. പിന്നെ അയാൾ ഒറ്റക്ക് നിൽക്കുന്നു. ഞങ്ങളെല്ലാവരും ചെന്നിട്ട് അയാളെ വെട്ടാൻ ഒരുങ്ങിയപ്പോ, നേരിടാൻ ഒരുങ്ങിയപ്പോ അയാള് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം, അതിനു വേണ്ടി മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഞങ്ങളയാളെ വെട്ടിവീഴ്ത്തി നബിയെ എന്ന് രണഭൂമിയിലെ ത്യാഗത്തിന്റെ കഥ അവതരിപ്പിച്ചപ്പോൾ നബിയുടെ മുഖം ചുവന്നുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഒരാളെ വെട്ടുകയാണോ സഹാബത്തെ? അത് പറ്റുമായിരുന്നില്ലല്ലോ. അല്ല നബിയെ, അല്ല, അയാള് പറഞ്ഞത് വിശ്വാസം കൊണ്ടായിരുന്നില്ല രക്ഷപ്പെടാൻ. എങ്ങനെയാവട്ടെ, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞ ആളെ വെട്ടിയത് ശരിയായില്ല. ഈ സഹാബി പിന്നെ പറയുന്നു, ഈ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു ഇസ്ലാമിലേക്ക്. നബിയുടെ ഈ വാക്ക് ഇടക്കിടക്ക് എന്നെ വേദനിപ്പിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആളെ വെട്ടിപ്പോയല്ലോ, അകം നോക്കേണ്ടിയിരുന്നില്ലല്ലേ? അയാൾ എങ്ങനെയോ പറയട്ടെ. അത് തന്നെയാണ് ഫഅമ്മാമൻ ബഖില വസ്തഅനാ ഫകദ്ദബ ബിൽ ഹുസ്നാ. കളവാക്കി, ദീനിന്റെ നിയമങ്ങളെ കളവാക്കി തൻപോരിമ നടിച്ച് ബഖീലായി നടന്ന ആൾ ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, അയാൾക്ക് നരകത്തിലേക്ക് അല്ലാഹു വഴി എളുപ്പമാക്കി കൊടുക്കും. പടച്ചവനെ ലാ തജഅൽനാ മിൻഹും, ഞങ്ങളെ അത്തരം വിഭാഗത്തിൽ ചേർക്കല്ലേ അല്ലാഹ്. ഉള്ളത് കൊടുക്കുകയും ദയ കാണിക്കുകയും സത്യം വിശ്വസിക്കുകയും ചെയ്ത് ജീവിച്ചാൽ സ്വർഗം. പിശുക്ക് കാണിച്ചു തൻപോരിമ പറഞ്ഞ് എല്ലാ നന്മയെയും കളവാക്കിയവന് നരകത്തിലേക്കും വഴി എളുപ്പമാകും. അല്ലാഹുവേ, ഖൈറിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഒരു കുതിരപ്പുറത്താണ് പിരിവുകാര് വന്നത് എങ്കിലും പിരിവുകാര് വന്നത് എലിസബത്ത് രാജ്ഞിക്ക് സഞ്ചരിക്കാൻ അവര് ഇംഗ്ലണ്ടുകാര് നിർമ്മിച്ച റോസ് റോയ് കാറിലാണ് വന്നത് എങ്കിലും കൊടുത്തേക്കണം. വന്ന കാറിന്റെ പെട്രോൾ അടിക്കുന്ന പൈസ അല്ലേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ? അതിനാണ് 100 കിലോമീറ്റർ സഞ്ചരിച്ച് ജിദ്ദേന്ന് സൗദിയിൽ വന്നത് എന്ന് ചോദിക്കേണ്ട. ഉണ്ടോ? കൊടുത്തേക്കണം എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ യർഹമുകും, അല്ലാഹു നിങ്ങൾക്കും കരുണ ചെയ്യും. ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ഞങ്ങളൊക്കെ കൊടുക്കുന്നവരാണല്ലോ. ഖാലൻ നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലം തുഅ്മിനു ഹത്താ തുറാഹിമു. നിങ്ങൾ ഒരാളും തന്നെ കാരുണ്യം ചെയ്യാതെ, ദയ കാണിക്കാതെ കനിവില്ലാത്തവർ മുസ്ലിമാവില്ല, വിശ്വാസിയാവില്ല. ഖാലു, സഹാബത്ത് ചോദിച്ചു, നബിയെ കുല്ലുനാ റഹീം, ഞങ്ങളെല്ലാരും കാരുണ്യം ചെയ്യുന്നവരാണല്ലോ, ഉള്ളത് ഞങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ലൈസ ബിറഹ്മ, അതൊന്നുമല്ല കനിവ്. കനിവ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ലൈസ ബിറഹ്മത്തി അഹദികും സാഹിബു, നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കൾക്കോ മാത്രം കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ പ്രത്യേക വ്യക്തികൾക്ക് മാത്രം കൊടുക്കുന്നതല്ല റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. വലാകിൻ റഹ്മത്തുൽ ആമ്മ, ആര് നോക്കണില്ല, മഹല്ല് നോക്കണില്ല, ജാതി നോക്കണില്ല, ഒരു തടസ്സങ്ങളുമില്ല, ഒരു ബാരിയറുകളുമില്ല, ഒന്നുമില്ല. റഹ്മത്തുൽ ആമ്മ, പബ്ലിക്കായിട്ട് എല്ലാവരെയും സമന്മാരായി കാണുന്നവര്. ഹിന്ദുവിന് കൊടുക്കൂല, ക്രിസ്ത്യാനിറ്റിക്ക് കൊടുക്കൂല, അങ്ങനെ മതമില്ല. ഈ ദീന് ഈ വിഷയത്തിൽ, കനിവിന്റെ വിഷയത്തിൽ ആ കൈനീട്ടത്തിന് ഏറെ പ്രോത്സാഹിപ്പിച്ചു എല്ലാവർക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബല.
أن تولوا وجوهكم قبل المشرق والمغرب ولكن البر من آمن بالله واليوم الآخر والملائكة والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين. ലൈസൽ ബിർറ, നന്മ എന്ന് വിചാരിച്ചാൽ നിസ്കരിക്കലല്ല, അത് മാത്രമല്ല. നന്മ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്യൽ മാത്രമല്ല. നന്മ എന്നാൽ പട്ടിണി കിടന്ന് നോമ്പ് നോൽക്കൽ മാത്രമല്ല. നന്മ എന്നാൽ സക്കാത്ത് കൊടുക്കൽ മാത്രമല്ല. നന്മ എന്നാൽ ഉമ്മയുപ്പയോട് അദബ് പാലിച്ച് പൊരുത്തം വാങ്ങാൻ വേണ്ടി ശ്രമിക്കൽ മാത്രമല്ല. ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി. ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കോ പടിഞ്ഞാറോ നിന്നിട്ട് നിസ്കരിക്കൽ മാത്രമല്ല. നന്മ എന്നാൽ ഏകദേശം 1.5 കൊല്ലത്തോളം നിസ്കരിച്ചത് അതങ്ങ് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്നാൽ നേരത്തെയും പിന്നീടും നിസ്കരിച്ചത് പരിശുദ്ധ കഅബയിലേക്ക്. രണ്ടും ഒരുമിച്ചൊരു പള്ളിയിൽ അവസാനമായി നിസ്കരിച്ചത് അതെവിടെയാണ്? അത് മദീനയിലെ പള്ളിയാണ്, മസ്ജിദ് ഖിബലതൈൻ. അറിയണേ, ഇതൊന്നുമല്ലത്ര കാര്യമായ നന്മ. അതൊന്നുമല്ല കാര്യമായ നന്മ. വിശ്വാസിക്ക് നിസ്കാരം വേണം. അതൊന്നുമല്ല കാര്യമായ നന്മ. വലാകിന്നൽ ബിർറ, നന്മ എന്നാൽ മൻ ആമന ബില്ലാഹ്, അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കുക. പരകോടി ഗഗനചാരികളെ ഫിറ്റ് ചെയ്ത് പ്രകാശിപ്പിക്കുന്ന അമ്പരഗംഗയിലെ അനവധി നക്ഷത്രങ്ങളെ മനോഹരമായി സംവിധാനിച്ച ജഗനിയന്താവിനെ വിശ്വസിക്കുക. ശീൽക്കാരത്തോടെ പറന്നകലുന്ന പറവകളെ വായുമണ്ഡലത്തിൽ താങ്ങി നിർത്തുന്ന അല്ലാഹുവിൽ വിശ്വസിക്കുക. 9, 10, 12 കിലോമീറ്ററുകൾക്ക് മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിൽ 400-500 ആളെയും കൊണ്ട് കടന്നു പോകുന്ന ജെറ്റ് എയർവേസുകളെ താഴെ വീഴാതെ അവൻ കൊണ്ടുപോകുന്ന വരട്ടിയതും ഒലത്തിയതും ചക്കയും മറ്റു ബഗേജുകൾ മുഴുവനും താങ്ങിയിട്ട് 2000-ലപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറത്തിരിക്കുന്ന അബൂദബിയിലും ദോഹയിലും ജിദ്ദയിലും മസ്കറ്റിലും കൊണ്ടുപോയി ലാൻഡ് ചെയ്യിപ്പിക്കുന്നവനായ ജഗനിയന്താവായ അല്ലാഹ്, കളകളാരവത്തോടെ ഒഴുകുന്ന ഒരുപാട് പുഴകളെ സംവിധാനിച്ച് ഈ പ്രപഞ്ചത്തിന് മനോഹരമാക്കിയ ജഗനിയന്താവായ അല്ലാഹ്, ദൂരദേശത്തേക്ക് ലൈറ്റ് അടിക്കുന്ന അത്രമേൽ ഇലക്ട്രിക് ലൈറ്റുകളെ പോലെ പ്രകാശിപ്പിക്കുന്ന കണ്ണുകൾ നൽകിയ മത്സ്യങ്ങള് സമുദ്രത്തിന്റെ ആഴിയിൽ സംവിധാനിച്ചു പോറ്റി വളർത്തുന്ന അല്ലാഹ്, മൻ ആമന ബില്ലാഹ്, ആ അല്ലാഹുവിൽ വിശ്വസിക്കുക. വൽ യൗമിൽ ആഖിരി, എന്തിനും എക്സ്പയർ ഡേറ്റ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. വാങ്ങുന്ന മുഴുവൻ മെറ്റീരിയലിനും എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഇരിക്കട്ടെ, നമുക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇനിയും ഈ പ്രപഞ്ചത്തിന് തന്നെ എക്സ്പയർ ഡേറ്റ് ഉണ്ട്, അതിൽ വിശ്വസിക്കുക. വൽ മലായിക, മാലാകമാരെന്ന പേരിൽ അള്ളാഹുവിന് മെസ്സഞ്ചേഴ്സുകളുണ്ട്, അള്ളാഹുവിന് മാലാകമാരുണ്ട്, ഏഞ്ചൽസ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. വൻ നബിയീൻ, 1,24,000 എന്നും അല്ല 2,24,000 ആണെന്നും കിതാബിലുണ്ട്. ഇരിക്കട്ടെ, 1,24,000 പ്രവാചകന്മാര് അള്ളാഹുവിനുണ്ട് എന്ന് വിശ്വസിക്കുക. ഇതാണ് നന്മ. പിന്നെയോ വആതൽ മാല അലാ ഹുബ്ബിഹി, നിനക്ക് ധനത്തിനോട് ആഗ്രഹമുള്ളപ്പോൾ എടുത്തു കൊടുക്കുക. നിനക്കെന്നെ വേണം, പ്രൊജക്റ്റുകൾ അനവധി കൈകളിലുണ്ട്, പേപ്പറിൽ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ആവശ്യക്കാർ വന്നത് എങ്കിൽ വആതൽ മാല അലാ ഹുബ്ബിഹി, അപ്പോഴും കൊടുക്കുക. ദവിൽ ഖുർബ, നിന്റെ കുടുംബക്കാർക്ക്, വൽ യതാമ, ഓർഫൻസിന്, വൽ മസാകീൻ, പാവങ്ങൾക്ക്, സാധുക്കൾക്ക്. ഇതാണ് ഗുണമെന്ന് ഒരു നിസ്കാരം പറയാത്തടത്ത്, ഒരു നോമ്പ് പറയാത്തടത്ത്, വിശ്വാസകാര്യങ്ങൾ 4 പറഞ്ഞിട്ട് പിന്നെ ഉപയോഗിച്ചത് നിസ്കരിക്കണം എന്നല്ല. വആതൽ മാല അലാ ഹുബ്ബിഹി,
നിനക്ക് അത്യാഗ്രഹം തൃഷ്ണയും സമ്പത്തിനോടുള്ള സമയത്ത് പോലും എടുത്ത് നിലാരംബർക്കും കുടുംബത്തിനും യതീമിനും കൊടുക്കലാണ്. ഇതാണ് പരിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാട്. അയ്യു സദഖത്തി, ഏത് സദഖയാണ് ഏറ്റവും അഫ്ളലായത്? നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ചെയ്യുന്ന സദഖയാണ് സ്വഹീഹുൻ ശഹീഹുൻ, അയാൾ പിശുക്കി വെക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാലോ അയാൾ ദാരിദ്ര്യത്തെ പേടിക്കുകയും പണക്കാരനാവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വല്ലാത്തൊരു സ്റ്റേജാണത്. 1000 കൂടെ കിട്ടിയാൽ 1,00,000 തികയും, എന്നാലോ അത് 1000 ആയിട്ടില്ലെങ്കിൽ, അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നം വരാനുണ്ട്. ആ ക്ലെയിം അവന് നഷ്ടമാകും. അങ്ങനെയുണ്ട് ചില കടക്കാർക്ക് ചില ക്ലെയിമുകൾ. 1 മാസത്തിൽ ഇത്ര ആൾ ഒപ്പിച്ചാൽ, ഇത്ര ആൾക്ക് പുതിയ കണക്ഷൻ കൊടുത്താൽ, മൊബൈൽ കണക്ഷൻ കൊടുത്താൽ അവർക്ക് ഓഫറുകൾ, യാത്രകൾ, പുതിയ ഫ്രിഡ്ജ്, അതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഇത്ര ക്ലെയിം പൂർത്തിയാക്കണം. ആൻ എക്സാമ്പിൾ 1,00,000 പൂർത്തിയാക്കണമെങ്കിൽ 1000ന്റെ കുറവുണ്ട്. 1000ന്റെ കുറവ് എങ്ങനെ ഒപ്പിക്കാൻ ഓടി നടന്നിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് 1000 തരുമെന്ന് ചോദിച്ചു. അതാണ് തഅമലുൽ ഗിനാ വതഖ്ശൽ ഫഖറ. ആ ക്ലെയിം മൊത്തം കൊളാപ്സ് ആയി പോകുന്ന സമയം. പക്ഷെ നോക്കിയില്ല, അവൻ കൊടുത്ത ധർമ്മമാണ് അല്ലാഹുവിന് ഇഷ്ടമെന്ന്, ഏറ്റവും നല്ല, അവന്റെ അടുത്ത് ഏറ്റവും കൂലിയുള്ള ധർമ്മമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമൂ മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. യാ നബി സലാം അലൈക്കും. സ്വലവാത്തുല്ലാഹി അലൈക്കും. സിറാത്ത് രക്ഷപ്പെടണോ? സിറാത്ത് രക്ഷപ്പെടണോ? എങ്ങനെയാ സിറാത്ത് രക്ഷപ്പെടുക? പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേൾക്ക്. രക്ഷപ്പെടണ്ടേ നമുക്ക് സിറാത്ത്? കൽബർഖിൽ ഖാതിഫി, മിന്നൽ പിണർ പോലെ പോകാൻ റബ്ബ് നമുക്ക് തൗഫീഖ് തരട്ടെ. വേണ്ടേ സിറാത്ത് കിടക്കണ്ടേ? എങ്ങനെയാ സിറാത്ത് കിടക്കുക? ഫലഖതഹമൽ അഖബ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ, ഇത്തിരി ഞെരുങ്ങിയെങ്കിലും നിങ്ങൾക്ക് സിറാത്ത് കടക്കാൻ ശ്രമിച്ചുകൂടെ? ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഫലഖതഹമൽ അഖബ, ഇത്തിരി ഞെരുങ്ങി പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഒന്ന് സിറാത്ത് കടക്കാൻ ശ്രമിച്ചൂടെ നിങ്ങൾക്ക്? ഇനി വമാ അദ്റാക മൽ അഖബ, എന്താണ് അഖബ? അഖബക്ക് അനവധി വ്യാഖ്യാനങ്ങൾ മുഫസ്സിരീങ്ങൾ കൊടുത്തെടുത്ത്, ഒന്ന് അഖബ എന്നാൽ അസ്സിറാത്തു, സിറാത്ത് പാലമാണ്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ പാലം ഒന്ന് കടക്കാൻ ശ്രമിച്ചൂടെ? ജിസ്റും മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പാലം കടക്കാതെ സ്വർഗ്ഗത്ത് പോവാനാവില്ലല്ലോ. റബ്ബേ, മിന്നൽ പിണർ പോലെ പോകുന്ന അല്ലാഹ്, നിന്റെ പൊരുത്തമുള്ളവരിൽ ഞങ്ങളെ ചേർക്ക് റബ്ബേ. വമാ അദ്റാക മൽ അഖബ, പരിശുദ്ധ റമളാന്റെ പകലിൽ ഈ ചൂട് സമയത്ത് നട്ടുച്ച നേരത്ത് അല്ലാഹുവേ, ജുമാ നിസ്കരിച്ച് ഞങ്ങൾ പള്ളിയുടെ അകത്തും ചാരത്തും ഒരുമിച്ച് കൂടിയിട്ട് ഈ സിറാത്തിന്റെ കഥ പറഞ്ഞ ആ ഒരു മഹത്വം കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗം, സിറാത്ത് കടന്നിട്ട് കിട്ടുന്ന സ്വർഗം തരണേ റബ്ബേ. വമാ അദ്റാക മൽ അഖബ, എന്താണ് അഖബ എന്നറിയുമോ? എങ്ങനെയാണ് അഖബ എത്തിക്കാൻ കഴിയുന്നത്, സിറാത്ത് കടക്കാൻ കഴിയുന്നത്? ഫക്കു റഖബ, അത് പിരടിയെ മോചിപ്പിക്കുന്നവർക്കാണ്. ഏതെങ്കിലും വിഷയത്തിൽ തലതാഴ്ത്തിയവർക്ക്. റഖബക്ക് ഒരർത്ഥം അടിമയെന്നാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അടിമപ്പെട്ടു പോയവർ, രോഗത്തിനടിമയായവർ, കടത്തിനടിമയായവർ,
എന്തിനാണോ അടിമപ്പെട്ടു പോയത് അവനൊന്ന് മോചിപ്പിക്കുക. വീഡിയോ അഡിക്ഷൻ, സൈബർ അഡിക്ഷൻ, ആൽക്കഹോൾ അഡിക്ഷൻ, ലവ് അഡിക്ഷൻ, അനവധി അഡിക്ഷനുകൾ നമ്മുടെ കുട്ടികളടക്കം ഇന്ന് ഉൾപ്പെട്ടിട്ടുണ്ട്. 11ഓളം മേജർ അഡിക്ഷനുകളിൽ നമ്മളെ മക്കൾ പെട്ടിട്ടുണ്ട്. ഇരിക്കട്ടെ, അതിലപ്പുറം നമ്മളെ ചർച്ച രോഗത്തിന്റെ അഡിക്ഷൻ ബാധിച്ചവർ, അഥവാ അഡിക്ഷൻ ഇവിടെ പറയുന്ന മീനിങ് അതിന് അടിമപ്പെട്ടു പോയവർ, അഥവാ രോഗത്തിൽ നിന്ന് കരകയറാനാവാതെ ഡോക്ടർമാർ പ്രതീക്ഷ പോലും കൊടുക്കാത്ത രോഗങ്ങളുള്ളവർ, കടം എത്ര വീട്ടിയാലും രക്ഷപ്പെടുമെന്ന് തോന്നാത്ത കടക്കണിയിൽ പെട്ടുപോയവർ, അവരെ ഹെൽപ്പ് ചെയ്യലാണ് സിറാത്ത് രക്ഷപ്പെടാനുള്ള മാർഗം. ഒന്ന്, കഷ്ടപ്പാടിന്റെ നാളിൽ, വറുതിയുടെ നാളിൽ, ക്ഷാമത്തിന്റെ സമയത്ത് പാവങ്ങൾക്ക്, ഒന്നുമില്ലാത്തവർക്ക്, പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കലാണ് സിറാത്ത് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗം. യതീമൻ ദാ മഖറബാ, യതീമുകളെ സഹായിക്കലാണ് മൂന്നാമത്തെ മാർഗം. 4, ഔ മിസ്കീനൻ ദാ മഖറബ, മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനിന് ഹെൽപ്പ് ചെയ്യലാണ്. മിസ്കീനിന് ഹെൽപ്പ് ചെയ്യലാണ്. ആരാണ് ഈ മണ്ണിൽ കിടക്കുന്ന മിസ്കീന്? കുറച്ചു നാളൊക്കെ ആളുകളുടെ സഹായം ഉണ്ടാവും, കുറച്ചു നാളൊക്കെ രോഗിയായി കിടന്നാൽ ഒരു തിരുനോട്ടം മഹല്ല് കമ്മിറ്റിയുടേത് പുതിയ വിങ് ഉണ്ടാക്കിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ വെച്ചിട്ട് കുറച്ചു കാലം ഉണ്ടാകും. പിന്നെ ആരും തെരഞ്ഞു നോക്കില്ല, ഭാര്യ ഭർത്താവിനെ നോക്കില്ല, മക്കള് ബാപ്പയിൽ നിന്ന് തെറ്റിക്കളയുന്ന സമയം വന്നാലും മണ്ണയാളെ കൈവടിയില്ല. പ്രയാസം സഹിച്ചിട്ട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ മകന് പ്രായമായപ്പോ ഉമ്മയെ വലിച്ച് തൊഴുത്തിൽ കൊണ്ടുപോയിട്ടത് സാക്ഷര കേരളത്തിലാണ്. ആ തൊഴുത്തിൽ കടന്ന് ഉറുമ്പരിച്ചപ്പോ സന്നദ്ധ സേവകർ കണ്ടെത്തിയത്, ആ സംഭവം റിപ്പോർട്ട് ചെയ്തത് കേരളത്തിന്റെ മണ്ണിൽ നിന്നാണ്. എല്ലാവരും ഒഴിവാക്കിയപ്പോഴും ഒരാൾ ഒഴിവാക്കിയില്ല, അയാളെ പേരാണ് മണ്ണ്. മണ്ണിന് ഒഴിവാക്കാൻ കഴിയില്ല. എന്താ മണ്ണ്? വേസ്റ്റുകളൊന്നും കൊണ്ടുപോയി പരക്ക മണ്ണിലിടല്ലേ, ഭൂമിയിലിടല്ലേ. ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. കുല്ലുകും മിൻ ആദം വആദമു മിൻ തുറാബ്. വെല്ലിപ്പ മണ്ണിന്റെ സൃഷ്ടി, ആ വെല്ലിപ്പയിൽ നിന്ന് വന്നവരല്ലോ പേരക്കുട്ടികളായ നമ്മൾ. അതുകൊണ്ട് മണ്ണ് ഉമ്മയുടെ സ്ഥാനത്താണ്. മണ്ണിനെ നിങ്ങൾ ഒരുപാട് വേസ്റ്റുകളോ അലിഞ്ഞു പോകാത്ത മറ്റു വസ്തുക്കളോ കൊണ്ടുപോയിട്ട് അതിനെ മലിനപ്പെടുത്തല്ലേ. അത് നിങ്ങളുടെ ഉമ്മയാണ്. ഉമ്മയായ മണ്ണിന് നമ്മൾ ഒഴിവാക്കാൻ കഴിയില്ല. അതല്ലേ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖറാ. ഇന്നലെ മണ്ണിൽ നിന്ന് വന്നു, ഇന്ന് മണ്ണിലേക്ക് പോകുന്നു. പേടിക്കേണ്ട, നാളെ ഞങ്ങളും വരുമെന്ന് പറഞ്ഞിട്ടാണ് 3 പിടി മണ്ണ് വാരിയിട്ട് നമ്മൾ പോരുന്നത്. ആര് കൈയച്ചാലും മകള് ഉമ്മയോട് കേറണ്ട, വീട്ടിൽ പോയിക്കോ, വേറെ മക്കളില്ല, എന്നും എന്റെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞാലും മണ്ണ് പറയില്ല, ഭൂമി പറയില്ല, എണിറ്റ് പൊയ്ക്കൊള്ളണം ഇവിടുന്ന് എന്നൊരിക്കലും ഭൂമി പറയാറില്ല. മണ്ണിൽ കിടക്കുന്ന മിസ്കീനിനും നിങ്ങൾ നന്മ ചെയ്യലാണ് സിറാത്ത് രക്ഷപ്പെടാനുള്ള മാർഗം. ഒന്നുകൂടെ, ദുനിയാവിലെ എത്ര കൊടുക്കേണ്ടി വരും? മിസ്കീൻ എത്ര കൊടുക്കേണ്ടി വരും? യതീമിന് എത്ര കൊടുക്കേണ്ടി വരും? വറുതിയുടെ നാളിൽ പാവപ്പെട്ടവർക്ക് എത്ര പൊതി ഭക്ഷണം കൊടുക്കേണ്ടി വരും? എത്ര കൊടുക്കേണ്ടി വരും? പെരുന്നാളിനും നോമ്പിനും തുറയൊക്കെ കൊടുക്കുന്നവർ ചിലരാ പൊതിയൊക്കെ വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ടുപോയി വേറെന്തോ കാര്യലാഭം കഴിഞ്ഞിട്ട് തള്ളുന്നവർ, അങ്ങനെയുണ്ട് ചില ആളുകൾ. നമ്മൾ പരിചയത്തിൽ എടുത്ത് നടന്നുപോയത് 3000 കൊല്ലം പോകേണ്ട സിറാത്താണ്. എത്ര കൊടുക്കേണ്ടി വരും? എത്ര പൊതിച്ചോറ്? എത്ര കൊടുക്കേണ്ടി വരും? ദുനിയാവിൽ ഏറ്റവും ലോങ്, ഏറ്റവും ഡിസ്റ്റൻസ് ഉള്ളത് കേരളത്തിലെ പാലങ്ങളിൽ ചമ്രവട്ടം പാലം. അതിന് വരെ 5 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് വേണ്ട.
നമ്മൾ യാത്ര ചെയ്ത് കൊയിലാണ്ടി കഴിഞ്ഞ് അതിനിപ്പുറം നന്ദി പാലം ഓവർ ബ്രിഡ്ജ് കടക്കാൻ 1 മിനിറ്റ് വേണ്ട, 1.5 മിനിറ്റ് വേണ്ട. അവിടെ ഗവൺമെന്റ് പിരിക്കുന്നത് അത് 7 രൂപയാണ് ഏറ്റവും ചെറുത്. ഹെവി വെഹിക്കിളിന് വീണ്ടും കൂടും. അതും ഒരൊറ്റ യാത്രക്ക് വേണ്ടി 7 അടച്ചു എന്ന് കരുതിയിട്ട് നമ്മളാരും ഒരുപാട് തവണ തെക്കോട്ടും വടക്കോട്ടും യാത്ര ചെയ്യാറില്ല. 7 രൂപ അടച്ചില്ലേ, ഇവിടെ നിർത്തിയിട്ട് വീണ്ടും ഒന്നുകൂടി പോയി വരിക, മുതലാക്കണം എന്ന ആ വിഷയത്തിൽ നമ്മൾ ആരും പറയാറില്ല. എന്നാൽ 2 മിനിറ്റ് പോലും യാത്ര ചെയ്യാനില്ലാത്ത ദുനിയാവിലെ പാലങ്ങൾക്ക് ഒരു പ്രയാസവുമില്ലാതെ, അത് ലേഡി ഡ്രൈവർ ആയാലും എനിക്ക് അവിടുന്ന് കാശ് കിട്ടുന്നത് എന്ന് ടോൾ ബൂത്തിൽ പിരിവിന് നിൽക്കുന്ന പാവം ജോലിക്കാരനോട് ഭാര്യ ചോദിക്കാറില്ല, ഞങ്ങൾക്കൊന്നും ഒരു പണിയില്ലടോ എന്ന് പറയാറില്ല. പിരിവ് ചോദിക്കുമ്പോ ചിലപ്പോ പറഞ്ഞെന്നിരിക്കാം ഭർത്താവിന് ഇത്തിരി ടൈറ്റ് ആണ് എന്ന്. ഏതെങ്കിലും ടോൾ ബൂത്തിലാളോട് ഭർത്താവിന് ടൈറ്റ് ആണ് ചിരിച്ചു കാണിച്ചാ വിടുവോ? ഇല്ലല്ലോ. 3000 കൊല്ലത്തെ ദൈർഘ്യമുണ്ട്. 2 മിനിറ്റ് ഇല്ലാത്ത ഭൗതിക പാലത്തിന് 7 രൂപ മിനിമം കൊടുക്കുന്നതാണ് പെണ്ണെ. അവിടെ രക്ഷപ്പെടാൻ എത്ര കൊടുക്കേണ്ടി വരും ഒരു പുരുഷായുസിൽ? വമാ അദ്റാക മൽ അഖബ ഫക്കു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഒരാൾ മിസ്കീനിനോടൊപ്പം നിന്നാൽ അയാൾ ഹബീബിനോടൊപ്പം നിന്നിരിക്കുന്നു. ഒരാൾ മിസ്കീനിന്റെ കൂടെ നിന്നാൽ, മിസ്കീനിന് വേണ്ട ഹെൽപ്പ് ചെയ്ത് നിന്നാൽ അയാൾ ആരെ കൂടെയാ നിൽക്കുന്നത്? അയാൾ ഹബീബിന്റെ കൂടെയാണ്. എന്തുകൊണ്ട്? അല്ലാഹുമ്മ അഹീനി മിസ്കീന വമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. പടച്ചവനെ, മിസ്കീനായി ജീവിക്കാനാണ് എന്റെ ഇഷ്ടം. പടച്ചവനെ, മിസ്കീനായിട്ട് മരിക്കാനാണ് എന്റെ ഇഷ്ടം. പടച്ചവനെ, നാളെ ഒരുപാട് കഷ്ടപ്പെട്ട് ദുനിയാവിൽ ജീവിച്ചു പോയവരോടൊന്നിച്ച് ഒരുമിച്ച് കൂടാനാണ് എന്റെ ഇഷ്ടം. VVIPയുടെ ലിസ്റ്റിലോ അവരെ കസേരയിലോ ഇരിക്കാനല്ല. എന്റെ ഇഷ്ടം സാധുക്കളുടെ കൂടെ നിൽക്കാൻ, സാധുക്കളുടെ പടനായകനെ, രാജകുമാരന്റെ സ്വപ്നം ഇതാണ്. അല്ലാഹുമ്മ അഹീനി മിസ്കീന വഅമിത്നി മിസ്കീന വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. ഒരു മിസ്കീൻ ഹെൽപ്പ് ചെയ്താൽ അവൻ ഹബീബിനോടൊന്നിച്ചാണ് നിൽക്കുന്നത് എന്നർത്ഥം. കൊടുത്താൽ മാത്രം പോരാ, കൊടുത്താൽ മാത്രം പോരാ. അങ്ങനെയുണ്ട്, അങ്ങനെയുമുണ്ട്. ഞാൻ ആരെയും പറഞ്ഞിരില്ല. പിരിവിന് ചെന്നു, ഇവിടെ ആരെങ്കിലും ഇങ്ങനെ കാശുള്ളവരോ കൊടുക്കാൻ തൽപരരായ ധനാഢ്യരോ ഹാജിയാരോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിപ്പോ ഞാൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെയല്ല. ഹബീബ് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ഈ ദീനിനെ കളവാക്കുന്ന ആളാരാന്നറിയോ? ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. യതീമുകളെ നോക്കാത്തവരും പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് പ്രേരണ നൽകാത്തവരും, പാവപ്പെട്ടവരുടെ ഭക്ഷണത്തിന് പ്രേരണ നൽകാത്തവർ, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായത്തിന് പ്രേരിപ്പിക്കാത്തവർ, കൊടുക്കാത്തവരല്ല മതത്തെ കളവാക്കിയവർ, മതത്തെ നിസാരവൽക്കരിച്ചവർ, മതത്തെ കളവാക്കിയവർ, പൈസ കൊടുക്കാത്തവരെന്നല്ല ഇവിടെ പറയുന്നത്. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കീന്റെ ഭക്ഷണത്തിന് പ്രേരണ കൊടുക്കാത്തവർ, ഹെൽപ്പ് ചെയ്യാത്തവർ, മറ്റാളുകളെ സംഘടിപ്പിച്ചു കൊടുക്കാത്തവർ ഈ കുറ്റിയുമായിട്ട് എങ്ങനെ ഇറങ്ങും? അങ്ങനെയാ നമ്മൾ പറയാ, എന്റേത് വേണമെങ്കിൽ 500 എഴുതിക്കോളൂ, ബാക്കി എന്റെ തരരുത്. അങ്ങനെയല്ല. വലാ യഹുല്ലു അലാ തആമിൽ മിസ്കീൻ, മിസ്കീനിന്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രേരണ നൽകാത്തവർ, ഹെൽപ്പ് ചെയ്യാത്തവർ മതത്തിനെ കളവാക്കിയവരാണ്. വ്യഭിചാരം ചെയ്തു, പക്ഷെ കനിവുണ്ടായിരുന്നു സ്വർഗം. വ്യഭിചാരം ചെയ്തു, കനിവുണ്ടായിരുന്നു ഹൃദയത്തിൽ, പക്ഷെ സ്വർഗം. കനിവുണ്ടായില്ല, ആബിദത്തായിരുന്നു, നരകം. കനിവുണ്ടായില്ല, ആബിദത്തായിരുന്നു, നരകം. ഇബാദത്ത് ചെയ്തു പോയൊരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടു,
സഹജീവികളോട് പൊരുത്തമുണ്ടായില്ല, കനിവുണ്ടായില്ല. ആ പെണ്ണ് നരകത്തിൽ. എന്നാൽ തൊട്ടാൽ 7 തവണ കടികണ്ട മുഗല്ലലായ നായക്ക് വെള്ളം തന്റെ ഖുഫയിലാക്കിയിട്ട് ഖുഫ കൊണ്ട് കിണറ്റിൽ മുക്കിയെടുത്തിട്ട് 7 തവണ കഴുകേണ്ട നായക്ക്, അതും ഒരുപാട് സിന ചെയ്ത് സാനിയത്തായി അല്ലാഹു തന്ന ശരീരം ഹറാമിൽ ഉപയോഗിച്ച പെണ്ണിന് കനിവുണ്ടായി. ജീവിതം സംശുദ്ധമല്ലായിരുന്നിട്ട് പോലും കനിവുണ്ടായതിന്റെ പേരിൽ സ്വർഗം. അതാണ് ദീന്. വ്യഭിചാരം ചെയ്തു, പക്ഷേ കനിവുണ്ടായി, നായക്ക് വെള്ളം കൊടുത്തു, സ്വർഗം. ഇബാദത്തുകാരിയായി ഭൂക്ഷയോട് കനിവുണ്ടായില്ല, നരകം. എന്തൊരു വൈചാത്യ മതമാണിത്! ഏത് മതത്തിനാണ് ഇങ്ങനെ പറയാൻ കഴിയുക? നരകാവകാശികൾ അല്ലാഹുവേ നാളെ സംസാരിക്കുമെന്നാണ് സ്വർഗക്കാർ നരകാവകാശികളോട്. തസാഅലൂന അനിൽ മുജ്രിമീൻ. ആനന്ദത്തിൽ സ്വർഗത്തിലിരുന്നിട്ട് നരകാവകാശികളോട് സ്വർഗക്കാര് സംസാരിക്കുമത്രേ. മാ സലകകും ഫീ സഖർ. എന്തേ നിങ്ങൾ സഖർ എന്ന നരകത്തിലെത്തിപ്പോയത്? നിങ്ങളെന്തേ ഇവിടെ? അന്ന് ജാതിക്കൂട്ടത്തിൽ നമ്മൾ ഒരുമിച്ചായിരുന്നുവല്ലോ. പടച്ചോനെ, ഈ അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, തരല്ലേ അല്ലാ. ഒന്നുറക്കാമീൻ പറയണേ. ഇവിടെ ഒരുമിച്ചിരുന്ന് കുറച്ചാള് സ്വർഗത്തിലും കുറച്ചാള് നരകത്തിലും. എല്ലാവർക്കും സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ഇത് തമാശയല്ല, ഒരു വാക്ക് പോലും ഇതിൽ കളവില്ല. ഇത് അല്ലാഹുവിന്റെ കലാമാണ്. തസാഅലൂന അനിൽ മുജ്രിമീൻ. സ്വർഗാവകാശികളോട്, സ്വർഗാവകാശികൾ നരകക്കാരോട് സംസാരിക്കുമെന്നാണ്. മാ സലകകും ഫീ സഖർ. എന്തേ സഖർ എന്ന നരകത്തിൽ നിങ്ങൾ പെട്ടുപോയത്? എന്തേ നിങ്ങൾ ഇവിടെ? ഞങ്ങൾ ആനന്ദത്തിലല്ലോ, നിങ്ങൾ എന്തേ ഇവിടെ? അവര് പറയും, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിങ്ങൾ പള്ളിയിൽ പോകുമ്പോ ഞങ്ങൾ പലതും പറഞ്ഞിട്ട് ഗെയിം നീക്കി കളിച്ചു. ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. ഒരു കാരണം സഖറിൽ പോകാൻ, ഒരു കാരണം നിസ്കരിക്കുന്നവരായിരുന്നില്ല. രണ്ട് വലം നകു നുതൈമുൽ മിസ്കീൻ. കനിവുണ്ടായില്ല ഞങ്ങൾക്ക് മറ്റു ജീവജാലങ്ങളോട്. അവരെ ഭക്ഷണം ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല, അവരെ ഭക്ഷണം ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. മുസ്ലിം വീടാണോ? മുസ്ലിം വീടാണോ? ഇദാ തബഖത മറഖതൻ ഫഅക്തിർ മാഅഹാ ഫതആഹദഹാ ജിറാനക. നീ നല്ല കറി ഉണ്ടാക്കുകയാണെങ്കിൽ ആ കറിയിൽ ഇത്തിരി ജാസ്തി വെള്ളം ഒഴിച്ചേക്ക്. എന്നിട്ടത് പ്രിപ്പയർ ചെയ്ത് നീ അത് കുക്ക് ചെയ്തിട്ട് മക്കളെ കൈവശം ഓരോ പാത്രങ്ങളിലാക്കിയിട്ട് അതങ്ങനെ വിതരണം ചെയ്യുമെന്ന് പഠിപ്പിച്ച സുന്ദരമായ ദീന്. അതാണ് നമ്മുടെ ദീന്. വലം നകുനു തുഇമുൽ മിസ്കീൻ. സാധുക്കളെ ഭക്ഷണത്തിൽ ഞങ്ങൾ ഇത്തിരി പോലും ശ്രദ്ധിച്ചതേയില്ല. അതല്ലേ നരകത്തിലെത്താൻ കാരണമായത്. ഒന്നുകൂടെ കേൾക്കണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തസാഅലൂന അനിൽ മുജ്രിമീൻ. കുറ്റവാളികളായ നരക അവകാശികൾ സഖറുകാരോട്, ഒരു നരകത്തിന്റെ പേരാണ് സഖർ. സഖർ. ആ സഖറുകാരോട് സ്വർഗവാസികൾ സംസാരിക്കുന്ന ആ ഇന്ററാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് ചോദ്യം, മാ സലകകും. നിങ്ങൾ എന്തേ ഇതിൽ പോയത്? ലം നകു. അവരെ മറുപടി, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, ഞങ്ങൾ വലിയ നിസ്കാരക്കാരായിരുന്നില്ല. വലം നകു നുതഇമുൽ മിസ്കീൻ. സാധുക്കളെ ഭക്ഷണം ഞങ്ങൾക്ക് അത്ര വലിയ വിഷയമായിരുന്നില്ല. അവർ വേണമെങ്കിൽ കഴിച്ചോട്ടെ, അവരധ്വാനിച്ചുണ്ടാക്കിക്കോട്ടെ. അൽ ഖൽഖു ഇയാലുല്ലാഹ്. അല്ലാഹുവിന്റെ കുടുംബമാണ് സൃഷ്ടികൾ എല്ലാവരും. ഫഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ്. സൃഷ്ടികളിൽ അല്ലാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അഹ്സനു ഇലാ ഗിയാലി. കുടുംബക്കാർക്ക് ഗുണം ചെയ്യുന്നവരാണ്. എല്ലാവരും ഭൂമിയില് അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളൊക്കെ കുടുംബമാണ്. അതൊക്കെ ഒരു കുടുംബമാണ്. ആ കുടുംബത്തിൽ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ട മെമ്പർ ആരാണ്? മറ്റുള്ളവർക്ക്, മറ്റു കുടുംബക്കാർക്ക് നന്മ ചെയ്യുന്നവരാണെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അശ്റഖൽ ബദ്റു അലൈനാ
മിൻഹുൽ ബുദൂറു مثل حسنك ما رأينا قط يا وجه السرور يا نبي سلام عليكم عليكم يا حبيب سلام عليكم സലവാത്തുല്ലാഹി. അതാണ് നമ്മുടെ ദീന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പറഞ്ഞിരുന്നവരിൽ ഒരാളായിരുന്നു മിസ്തഹ് ബിൻ അസാസ്. ഒരു യുദ്ധത്തിന് പോയി മാല കളഞ്ഞു പോയത് അന്വേഷിച്ചപ്പോ യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബത്തും മദീനയിലേക്ക് യാത്രയായപ്പോ ഒറ്റപ്പെട്ടു പോയ ആയിഷ ബീവിയുടെ കഥ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ 4 ദിവസത്തിനിടക്കൊരിക്കൽ. അങ്ങനെ മിസ്തഹ് ബിൻ അസാസ് റളിയല്ലാഹു അൻഹു അവരെ മുഅത്തൽ റളിയല്ലാഹു അൻഹുമായി ചേർത്തിട്ട് അപവാദം പറഞ്ഞവരിൽ ഒരാളായിരുന്നു. ചില സഹാബത്തും പറഞ്ഞിട്ടുണ്ട് സഫ്വാൻ ഇബ്നു മുഅത്തൽ എന്നവരാണ് യുദ്ധം കഴിഞ്ഞാലും എവിടെയായാലും യാത്ര സംഘത്തിന്റെ അവസാനത്ത് സഞ്ചരിക്കുക, എന്തെങ്കിലും വീണുപോയത് എടുത്തു പോകാൻ, ആരെങ്കിലും വഴിയിൽ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കൂടെ കൂട്ടാൻ പിന്നിൽ നടക്കുന്ന ആളായിരുന്നു സഫ്വാൻ ഇബ്നു മുഅത്തൽ. അങ്ങനെയാണ് ബീവിയെ കണ്ടത്. ഒട്ടകത്തിന്റെ മുകളിൽ കയറ്റി താഴെ കടിഞ്ഞാണ് പിടിച്ച് നടന്നത്. സഹാബത്തിനെ നബിയെയും കണ്ടുമുട്ടിയപ്പോ പലരും പറഞ്ഞു, സഫ്വാനെ നീ വല്ലാത്ത ആള് തന്നെ, ഇങ്ങനൊക്കെ നിനക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ? ഉമ്മയെ പ്രേമിച്ചു കളഞ്ഞല്ലോ. അവരെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു. അതിന്റെ കൂട്ടത്തിൽ ഏറ്റുപിടിച്ചവരിൽ മുനാഫിഖീങ്ങളോടൊന്നിച്ച് ഏറ്റുപിടിച്ചവരിൽ ഒരാളായിരുന്നു മിസ്തഹ് ബിൻ അസാസ്. ഉറക്കെ പറയണേ, ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റളിയല്ലാഹു അൻഹു അവരുന്നതരാണ്. ഈ മിസ്തഹ് ബിൻ അസാസിന്റെ പ്രത്യേകത തനിപ്പാപ്പരാണ്, ഒന്നുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന എന്തെങ്കിലുമാണ് അവരുടെ ജീവിതത്തിന്റെ ഉപാധി. അത് കിട്ടിയിട്ടാണ്. യജമാനൻ എന്ന് പറയാവുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നാൽ ആ സിദ്ദീഖ് എന്നോരെ യജമാനന്റെ വീട്ടിലെ കുട്ടിയെ കുറിച്ചാണ്, മകളെ കുറിച്ചാണ് ഈ അപവാദത്തിൽ പങ്കുചേർന്നത്, ആളായിട്ട് പറഞ്ഞു നടന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വിഷമമായി. ഞാൻ ചെലവിന് കൊടുക്കുന്ന മിസ്തഹ് ബിൻ അസാസ് എന്റെ മോളെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടക്കുകയോ, ഇനിയൊരു കാശ് അല്ല, അങ്ങനെയല്ലേ പറയാ, ഒരു ചില്ലി വിൽസിന്റെ കാശ് പോലും ഞാൻ അവന് കൊടുക്കില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് നമ്മളും അങ്ങനെ തന്നെയാണ്. എന്റെ തിന്നിട്ട് വീണ്ടും അങ്ങനെയല്ലേ എന്ന് പറയും നമ്മൾ. അരി ഇവിടെയും കൂറവിടെയും എന്ന് പറയാറില്ലേ, അതുപോലെ ഭക്ഷണം എന്റേത് കഴിക്കുക, അവിടെ പോയിട്ട് മെല്ലെ കൊളുത്തി കൊടുക്കല്ലേ, ഇനി വീട്ടിലേക്ക് കയറണ്ട, ഇനി എന്റെ വക ഒന്നുമില്ല എന്ന് പറഞ്ഞു സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു. അപ്പോൾ പരിശുദ്ധ ഖുർആനിനായത്ത് വന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. എന്തോ പ്രശ്നം പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിരുന്ന ആ ഒരു പെൻഷൻ നിഷേധിക്കുകയോ? ആയത്ത് വന്നു, എന്തോ നടക്കട്ടെ, അവരെന്ത് പറയട്ടെ, നീ കൊടുത്തു പോന്നിരുന്ന ആരായിരുന്നാലും കൊടുത്തു പോന്നിരുന്നത് ബ്ലോക്ക് ചെയ്യാൻ അവര് പറഞ്ഞത് കാരണമല്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ബേജാറായി. എന്നാൽ ഇന്നലെ കൊടുത്തതിന്റെ ഇരട്ടി കൊടുത്തു. പിന്നീട് അങ്ങോട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, എന്തൊരു ദീനാണിത്! തന്നെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അപവാദം പറഞ്ഞു നടന്ന ആൾക്ക് കൊടുത്തിരുന്ന പെൻഷൻ സഹായം കൊടുക്കാതിരുന്നപ്പോ ആയത്ത് വന്നു, കൊടുക്കാതിരിക്കാൻ ഇതൊന്നും മാനദണ്ഡമല്ല. അയാൾ എന്തോ പറയട്ടെ, അപവാദമോ കുറ്റപ്പെടുത്തലുകളോ പാരവപ്പുകളോ വോട്ട് തന്നെ കൂടെ നടന്ന് PA ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കൊടുക്കുന്നത് നിർത്തേണ്ടതില്ല. കേൾക്കണേ, അയാൾക്ക് കൊടുക്കൽ നിർത്തിയത് ശരിയായില്ല, പിന്നീട് ഇരട്ടി കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات. ജനങ്ങൾ മൊത്തത്തിൽ നഷ്ടത്തിലാണ്. അല്ലാഹുവിൽ കൊണ്ട് വിശ്വസിക്കുകയും കർമ്മങ്ങൾ ചെയ്യുകയും ക്ഷമ കൈവരിക്കുകയും കാരുണ്യം കൊണ്ട് ആളുകളോട് ഉപദേശം ചെയ്യുകയും ചെയ്ത ആളുകളൊഴികെ
വൽ അസ്ർ, കാലം തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മൊത്തത്തിൽ ആളുകൾ നഷ്ടത്തിലാണ്, നഷ്ടക്കാരാണ്. 4 പേരൊഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്, അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالصبر وتواصوا بالمرحمة. രണ്ട് സ്ഥലത്ത് രണ്ട് രീതിയിലാണ്. ഒരു സ്ഥലത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, സത്യം കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമ സ്വീകരിക്കാൻ വസിയത്ത് ചെയ്യുകയും ചെയ്യുക. മറ്റൊരിടത്ത് വതവാസൗ ബിസ്സബ്രി, ക്ഷമ കൈവരിക്കാൻ വസിയത്ത് ചെയ്യുകയും വതവാസൗ ബിൽ മർഹമ, കാരുണ്യത്തിന്റെ ചിറകുകൾ നീട്ടണേ എന്ന് ആളുകളോട് പറയുകയും ചെയ്യുക. ഈ ആളുകളല്ലാതെ എല്ലാവരും നഷ്ടത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വെളിപ്പെടുത്തിയതാണ്. നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഒരുപാട് വിഷയങ്ങളെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വിഷയവുമായി സംബന്ധിച്ച് നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യാറുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. രോഗികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സഹായം ചെയ്യാറുണ്ട്. രോഗികളെ സന്ദർശിക്കുന്നത് പോലും കൂലിയാണ്. അബീ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അബീ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, അബീ മൂസ അൽ-അശ്അരി തങ്ങൾ പറയുന്നത് അത്ഇമുൽ ജാഇയ, വിശന്നവനെ ഭക്ഷിപ്പിക്കണം, വഊദു അൽ മരീള, രോഗിയെ സന്ദർശിക്കണം, വഫുക്കുൽ ആനി, ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അബീ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. ആരൊക്കെ സന്ദർശിക്കണം, ആരൊക്കെ പോയി നമ്മുടെ രോഗം സന്ദർശിക്കണമെന്ന് കേട്ടോളൂ. അമ്മാ ഇയാദത്തുൽ മരീളി ഫസുന്നത്തും ബിൽ ഇജ്മാ, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ്. ഷറഹ് മുസ്ലിമാണ് ഈ കാര്യം പറയുന്നത്. ഒരു ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഹദ്ദിസീങ്ങൾ പ്രധാനിയായ മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണിത്. ഷറഹ് മുസ്ലിമിൽ കാണുന്നു. ഇത് മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതി വെച്ചത് വസവാഉൻ ഫീഹി മൻ യഅരിഫുഹു വമൻ ലാ യഅരിഫുഹു, അറിയുന്നവനാവട്ടെ അറിയാത്തവനാവട്ടെ. എനിക്ക് അയാളെ പരിചയമല്ല, നീ പോരുന്നോ, ഞാൻ പോരുന്നുണ്ട്. രോഗിയാണോ, അതാണ് പ്രശ്നം. കൂട്ടുകാരന്റെ ഒരു കുടുംബത്തിലാണ്, അല്ലെങ്കിൽ അവനറിയുന്ന ദുബൈയിലോ അല്ലെങ്കിൽ സൗദിയിലോ മസ്കറ്റിലോ ഖത്തറിലോ ജോലി ചെയ്യുമ്പോൾ കൂടെയുള്ള ആളാണ്. പെട്ടെന്ന് രോഗിയായി അവിടുന്ന് ഖുറൂജ് അടിച്ചു പോന്നതാണ്. നീ പോരുന്നോ, ഞാനുണ്ട്. സവാഉൻ ഫീഹി മൻ യഅരിഫുഹു വമൻ ലാ യഅരിഫുഹു, ഇവനെ നീ അറിയോ, ഞാൻ അറിയില്ല. അവനിപ്പോ രോഗിയാണ്, ഞാൻ അവനറിയില്ലല്ലോ എന്ന് പറയരുത്. ഞാൻ അവനെ അറിയില്ലല്ലോ എന്ന് പറയല്ലേ, നീയും അവനെ കാണാൻ പോകാം, അത് സുന്നത്താണ്. വൽ ഖരീബി വൽ അജ്നബി, അടുത്തുള്ള ആളെയും കാണാം ദൂരെയുള്ള ആളെയും കാണാം. വഖ്തലഫൽ ഉലമാ ഫിൽ ഔഖദി, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച ദീൻ ഇതാണ്. എല്ലാരെയും പോയി കാണാം. രോഗിയാണോ, അകലെയോ അകലെയോ അടുപ്പമോ, അറിയുന്നവനോ അറിയാത്തവനോ വിഷയമില്ല. അതുപോലെ ചെറിയ രോഗമുള്ളവരെയും കാഫിറുകളെയും ശത്രുക്കളെയും സന്ദർശിക്കൽ അനിവാര്യമാണ്, അത് അനുവദനീയമായതാണ്. നിഹായ ഈ ഒരു വിഷയം ചർച്ച ചെയ്ത് സംസാരിക്കുന്നുണ്ട്. രോഗികളെ കാണാം, കാഫിറുകളാണെങ്കിലും പോയി കാണാം, ശത്രുക്കളാണെങ്കിലും പോയി കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഇബ്നു അർഖമ മിൻ റമദിൻ കാന ബിഹി, ചെങ്കണ്ണുണ്ടായി സയ്യിദ് ഇബ്നു അർഖമിനെ ഹബീബ് പോയി കണ്ടു എന്ന് അനസ് ഇബ്നു മാലിക്, ശത്രുവാണ്, ഒഴിവാക്കിയിട്ടില്ല. അൻ ഉസാമത്ത് ഇബ്നു സയ്യിദ് ഖറജ റസൂലുള്ളാഹ് യഊദ് അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മുനാഫിഖീങ്ങളുടെ നേതാവാണ്, രഹസ്യമായി മുസ്ലിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ആളാണ്, മുനാഫിഖാണ്, കപട വിശ്വാസിയുടെ നേതാവാണ് ഉബയ്യ് ഇബ്നു സലൂൽ. ആ ഉബയ്യ് ഇബ്നു സലൂലിന്റെ മരണാസന്ന രോഗ
രോഗത്തിലും കാണാൻ പോയിട്ടുണ്ട് ഹബീബ്. ശത്രുവാണെങ്കിലും പോകാം, കാഫിറാണെങ്കിലും പോകാം. യഹൂദ് അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഫീ മർളിഹില്ലതി മാത ഫീ. അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില ആദാബുകളുണ്ട്. അവരെ പ്രയാസപ്പെടുത്തരുത്. അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവാൻ പാടില്ല. സദഖ കൊടുത്തിട്ടാവണേ നിങ്ങൾ രോഗികളെ സന്ദർശിക്കേണ്ടത്, ട്രീറ്റ് ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസ്സദഖത്തു തസുദ്ദു 70 ബാബം മിനസ്സൂ. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, 70ഓളം അപകടങ്ങളിൽ നിന്ന് ഓരോരുത്തരും ചെയ്യുന്ന സദഖ അവനെ സംരക്ഷിക്കുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാണ്. മസലുൽ ലദീ യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ 100 ഹബ്ബ വല്ലാഹു യുളായിഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. ആളുകൾക്ക്, സമുദായത്തിന് നന്മക്ക് വേണ്ടി ചിലവഴിക്കുന്ന ആളുകൾ, അള്ളാന്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾ, അവർ ചെയ്യുന്നത് കമസലി ഹബ്ബത്തിൻ അംബതത് 7 സനാബില ഫീ കുല്ലി സുംബുലത്തിൻ. വലിയ വലിയ ഇരട്ടി ഇരട്ടി നന്മ അയാൾ കൊടുക്കുന്ന ഓരോ ധർമ്മത്തിനും അള്ളാഹു നൽകുന്നുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ബഖറയിൽ കാണാം ഈ ആയത്ത്. മസലുൽ ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞത് കേൾക്കണേ. ജഹദുൽ മുഖില്ല എന്ന് പറയും. ജഹദുൽ മുഖില്ല, ഉള്ളവര് മാത്രമാണോ കൊടുക്കേണ്ടത്? ഉള്ളവര് മാത്രമാണോ? എന്റെ കയ്യിലില്ലല്ലോ, കൊടുക്കുന്ന കാശ് ചെറുതായി പോകുമല്ലോ എന്ന് വേദനിക്കേണ്ടതില്ല. അള്ളാഹു നമുക്ക് തന്നതിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കാനാ പറഞ്ഞത്. അള്ളാഹു നൽകിയതിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കാനാ പറഞ്ഞത്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ് സ്വലാ വമിമ്മാ റസഖ്നാഹും വമിമ്മാ എന്നാൽ ഭാഷാപരമായി മിന്ന് ലിതബഈൽ എന്നാ പറയാ. തബഈൽ ബഅൽ, അല്പം, ചെറുത്, കുറവ്, ഇതിനാണ് തബഈൽ ബഅൽ എന്ന് പറയാ. അഥവാ നിനക്ക് തന്നതിൽ നിന്ന് ഇത് എത്ര ചെറുതാവട്ടെ നീ സദഖ ചെയ്യാ. അതാണ് വിശ്വാസിയെ കുറിച്ച് പറഞ്ഞത്. കൂടുതലില്ലല്ലോ എന്റെ കയ്യിൽ എന്ന് വിചാരിക്കല്ലേ. വലിയതുള്ളവർ വലിയത് കൊടുക്കണം. ചിലർക്ക് സൃഷ്ടാവ് കുറച്ച് മാത്രമേ നൽകിയിട്ടുള്ളൂ. അവർ ഉള്ളതിൽ നിന്ന് അല്പം കൊടുക്കുക. അതിൽ ലജ്ജ വേണ്ട, അതിൽ വൈമനസ്യം വേണ്ട, അതിൽ വൈക്ലഭ്യം വേണ്ട. കാരണം ഏറ്റവും നല്ല സദഖ ഏതാണെന്ന് ചോദിച്ചപ്പോ ഹബീബ് പറഞ്ഞത്, അവിടുന്ന് ഉരുവിട്ടത് ജഹദുൽ മുഖില്ല. ഏറ്റവും നല്ല സദഖയുടെ പേര് ജഹദുൽ മുഖില്ല. ഒന്നുകൂടെ പറയാം, ജഹദുൽ മുഖില്ല. ജഹദുൽ മുഖില്ല എന്നാൽ ഇല്ലാത്തവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിൽ നിന്ന് അല്പം കൊടുക്കുന്നതിനാണ് ജഹദുൽ മുഖില്ല എന്ന് പറയാ. അതാണ് ഏറ്റവും നല്ല റബ്ബിന് ഇഷ്ടമുള്ള സദഖ. ഉള്ളവർ ഉള്ളതനുസരിച്ച്, ഇല്ലാത്തവർ അവരുടെ അളവനുസരിച്ച് കൊടുത്താ മതി. നബി പറഞ്ഞല്ലോ, സബഖ ദിർഹം മിഅത അൽഫി ദിർഹമിൻ. 1,00,000 ദിർഹം കൊടുത്തവന്റെ കൂലിയേക്കാൾ മുന്നിൽ നിന്നത് 1 ദിർഹം കൊടുത്തവന്റേതാണ്. 1 ദിർഹം കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള മുതലാളി 1 ദിർഹം കൊടുക്കണം. ഒന്നുമില്ലാത്ത പാപ്പരായ ആള് 1 ദിർഹം കൊടുത്തപ്പോ 1,00,000 ദിർഹം കൊടുത്തവനേക്കാൾ മുന്നിലെത്തി. അവന്റെ മനസ്സാണ് പറയുന്നത്. ഒന്നുമില്ല, പട്ടിണിയാണ്, ഇതേ ഉള്ളൂ,
എന്നാൽ പോലും അത് കൊടുത്തു. ഹജ്ജിന് പോകാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ച കാശ് ഹജ്ജിന്റെ മൗസിമായ സമയത്താണ് പാവപ്പെട്ട ഒരാളെ കണ്ടു, അയാൾക്ക് കൊടുത്തു. അതിന്റെ പേരിൽ അക്കൊല്ലം ഹജ്ജിന് ചെന്ന ആളുകളുടെ മുഴുവൻ ഹജ്ജും സ്വീകരിക്കാൻ കാരണം ഇയാളെ ഈ ധർമ്മമായിരുന്നു എന്ന് കിതാബിലുണ്ടല്ലോ. അതങ്ങനെയാണ് ചില സാഹചര്യങ്ങൾ. സബക ദിർഹം മിഅത അൽഫി ദിർഹമിൻ, ഒരു ദിർഹം 1,00,000 ദിർഹമിന്റെ മുമ്പിൽ കടന്നുപോയെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുമ റജുലിൻ കസബ മാലൻ മിൻ ഹലാൽ വഅതഅമ നഫ്സഹു ഔ കസാഹു വമൻ ദൂനഹു മിൻ ഖൽഖില്ലാഹ് ഫഇന്ന ലഹു സകാത്ത് വഅയ്യു റജുലിൻ മുസ്ലിമിൻ ലം യകുൻ ലഹു ഇൻദഹു സദഖ ഫൽയഖുൽ ഫീ ദുആഇഹി. ഉള്ളവൻ ആളുകളെ ഭക്ഷിപ്പിക്കട്ടെ, സദഖ കൊടുക്കട്ടെ, അവൻ അല്ലാഹു നൽകിയ നിഅമത്തിൽ നിന്ന് ധരിപ്പിക്കട്ടെ, സക്കാത്ത് കൊടുക്കട്ടെ. എന്നാൽ ഇല്ലാതായാൽ എന്ത് ചെയ്യണം? ഫൽയഖുൽ ഫീ ദുആഇഹി, അവൻ ദുആ പറയട്ടെ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഫഇന്ന ലഹു സകാത്ത്. എന്താ ഖത്തീബ് ഉസ്താദ് പുതിയൊരു സലാത്ത്? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ വഖതായാനാ കുല്ലഹാ. വന്ന എല്ലാ ഉസ്താദുമാരിലും ഇമാം നിന്നപ്പോൾ കേട്ട ദുആ ഇതാണ്. എന്നാൽ കുറച്ചു കാലമായി ഒരു വെറൈറ്റി സ്വലാത്ത്, വെറൈറ്റി അല്ല, സ്വലാത്തു സദഖ, സദഖ കൊടുത്ത കൂലി കിട്ടുന്ന സ്വലാത്ത് അതേതാണ്? ഒന്ന് പറയാലോ നമുക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അതാണ് വിടാതെ അതിന്റെ മേൽ കൂടിയിരിക്കുന്നത്. സദഖയുടെ സ്വലാത്താണത്, സ്വലാത്തു സദഖ. ഒന്നുകൂടെ, ഈ സ്വലാത്തിന്റെ പേര് സക്കാത്ത് എന്നുകൂടെ ഉണ്ട്. സ്വലാത്തു സദഖ എന്നും സക്കാത്ത് എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ഒരു സ്വലാത്ത്. ഇമാം ഹാക്കിമും ഇമാം ബൈഹഖിയും റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. സുലൈമാൻ ബിൻ ബുറൈദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവരെ വാപ്പയിൽ നിന്നാണ്. സുലൈമാൻ ബിൻ സുബൈദ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നത്. വാപ്പ പറയുന്നു, ഞാന് നബി തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, മൻ അൻലറ മുഅ്സിറൻ ഫലഹു ബികുല്ലി യൗമിൻ മിത്ലിഹി സദഖ. ഒരു ഞെരുക്കക്കാരന് അവന്റെ ആവശ്യമനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ ഫലഹു ബികുല്ലി യൗമിൻ മിത്ലിഹി സദഖ. അവന് വേണ്ട പോലെ നോക്കിയാൽ, അവനെ സമാധാനിപ്പിച്ചാൽ അത് അല്ലാഹു നന്മയിൽ രേഖപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. ഇന്നല്ലാഹ ലയദ്ഖുലു ബിൽഖുമത്തിൽ ഖുബ്സി വലിഖബലത്തി തംരി. ഒരു പിടി ചോറ്, ഒരു പീസ് ഭക്ഷണം, വഖബലത്തി തംരി, ഒരു കൈക്കുമ്പിളിലെ കാരക്ക, ഇത് ഒരാൾ. അതുപോലെ വമിസ്ലഹു മിമ്മാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ഒരാൾ കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് കൊടുക്കുമെന്നാണ്? അയാൾക്ക് അല്ലാഹു 3 സ്വർഗം പ്രദാനം ചെയ്യുമെന്ന് നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഭക്ഷണമോ മറ്റോ ദാനം ചെയ്യുന്നുവെങ്കിൽ അത് പാചകം ചെയ്തവർക്കും അതിന് മറ്റു സഹായങ്ങൾ ചെയ്തവർക്കും ഉടമസ്ഥന്റെ കൂടെ പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് ഉസ്താദുമാര് ഭക്ഷണം കഴിച്ചു വന്നാൽ അതിന്റെ കൂടെ ഒരു മസല കൂടെ പറയാം. ചില ഉസ്താദ് ഭക്ഷണം കഴിച്ചിട്ട് ദുആ ചെയ്തില്ല, പരാതിയോട് പരാതി.
ചില ഉസ്താദുമാര് ദുആ ചെയ്തു, അമ്മായിയായി അവിടെ കൂടുകയും ചെയ്തു. രണ്ടൈറ്റം ഉസ്താദുമാർ. രണ്ടായാലും ഭക്ഷണം കൊടുത്തവർ ശ്രദ്ധിക്കേണ്ടത്, കൊടുത്താൽ അതിന്റെ കൂലി റബ്ബിന്റെ അടുത്തുനിന്ന് കിട്ടി. ഒരു നിയമത്ത് കിട്ടിയപ്പോ ശുക്ർ എന്ന നിലക്ക് തന്ന ആളുകൾക്ക് നന്ദി സൂചകമായി ദുആ ചെയ്യേണ്ടത് ഉസ്താദുമാരുടെ ഡ്യൂട്ടി. തന്നില്ലല്ലോ നിങ്ങൾ പറയരുത്, ചെയ്തില്ലല്ലോ എന്ന് ആ വീട്ടുകാര് പറയരുത്. അത് ചെയ്യണമെന്നില്ല, ആ ഡ്യൂട്ടി അവരുടേത്. കൊടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നിങ്ങൾക്ക് തന്നു. തന്നില്ലല്ലോ, ചെയ്തില്ലല്ലോ. മറ്റേ ഉസ്താദ് അങ്ങനെ, ഇവിടത്തെ ഉസ്താദ് ഇങ്ങനെ കമ്പയർ ചെയ്തു, ചെയ്തതിനെ കുറിച്ച് ആലോചന നടത്തി. ചെയ്തത് നഷ്ടപ്പെടുത്തരുത്. ദുആ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ നന്മ സ്വീകരിച്ച ഭക്ഷണം കഴിച്ചു പോയാള് അയാൾ അപ്പോൾ ചെയ്യട്ടെ, തിരിച്ചു പോയിട്ട് ചെയ്യട്ടെ. എപ്പോഴായാലും അത് അവരുമായി ബന്ധപ്പെട്ടതാണ്. കൊടുക്കലോടെ നിങ്ങളെ കൂടി അല്ലാഹു അക്കൗണ്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണോ ഭക്ഷണം കൊടുത്തത് അതല്ലേ അവിടെ ഇരുന്ന് ദുആ ചെയ്യുന്നത്. കാശ് മുടക്കിയ ആള്, സർവ് ചെയ്ത ആള്, ഭക്ഷണം പാകം ചെയ്ത് ചൂടിലും കരിയിലും നിന്ന് അടുക്കളയില് എല്ലാം സഹിച്ച ഉമ്മാക്ക് ഖാദിമത്തിന് അതിന്റെ കൂലിയുണ്ട്, ഭാര്യക്ക് മകൾക്ക് അതിന്റെ കൂലിയുണ്ട്. അതല്ലേ ദുആ ചെയ്യാറുള്ളത്. അല്ലാഹുമ്മ ഉഫിർ, പടച്ചവനെ നീ പുറത്തു കൊടുക്കണേ ഈ പാകം ചെയ്ത പെണ്ണിന്, ഖാദിമാത്തുകൾക്ക്, ഖാദിമിന്, അവിടുത്തെ യജമാനന് അഥവാ അവിടുത്തെ രക്ഷകർത്താവിന്, അവിടെ ഈ ഭക്ഷണം പാകം ചെയ്ത ആൾക്ക് എല്ലാം നീ നന്മ ചെയ്യണേ, പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ട്. ഇന്നല്ലാഹ ലയദ്ഖുലു ബിൽഖുമത്തിൽ ഖുബ്സി വഖബലത്തിത് തംരി, ഒരു കാരക്ക ഒരാൾ വിതരണം ചെയ്താൽ, ഒരു റൊട്ടി, ഒരു പത്തൽ, ഒരു ടയർ, അതിന് വേണ്ട അധമ് അഥവാ കറിയൊക്കെ പാകം ചെയ്ത് ഒരാളെ സൽക്കരിച്ചാൽ, നോമ്പ് തുറപ്പിച്ചാൽ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ 3 പേരെ കടത്തുമെന്നാണ്. ഒന്ന് റബ്ബുൽ ബൈത്ത്, വീട്ടുകാരനെ, വൽ ആമിറു ബിഹി, ഉണ്ടാക്കി കൊടുക്കാൻ കൽപ്പിച്ച ആളെ, വസ്സൗജത്തുൽ മസ്ലഹതു ലഹു വൽ ഖാദിമുൽ ലദി യനാവൽ മിസ്കീന, പാകം ചെയ്തവൾക്ക്, ഭാര്യക്ക്, അത് മസ്ലഹത്തിന് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തവൾക്ക്, അത് സെർവ് ചെയ്ത് അല്ലെങ്കിൽ പള്ളിയിൽ മറ്റും എത്തിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ആവശ്യക്കാരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്ത ഖാദിമിന് പോലും അൽഹംദുലില്ലാഹില്ലദി ലം യൻസ ഖാദിമ, ഖാദിമിനെ മറക്കരുത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് നമ്മൾ ദുആ ചെയ്യാറുള്ളത്. എല്ലാവർക്കും അല്ലാഹു കൂലി തരുന്നുണ്ട്. ഇദാ അൻഫഖത്തിൽ മർഅതു മിൻ തആമി ബൈതിഹാ ഗൈറ മുഫ്സിദ കാന ലഹാ അജ്റുഹാ ബിമാ അൻഫഖത് വലിസൗജിഹാ അജ്റുഹു ബിമാ കസബ വലിൽ ഖാസിനി മിസ്ലു ദാലിക ലാ യൻഖുസു ബഅലഹും അജ്റ ബഅലിൻ ഷൈആ. ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ, ഒരു ആളെ, ഒരു ഏതെങ്കിലും ഒരു ജീവിയെ, മനുഷ്യരെ ഒന്ന് ഊട്ടിയാൽ, ഭക്ഷണം കൊടുത്താൽ, കാന ലഹു അജ്റുഹാ ബിമാ അൻഫഖത്, ചെലവഴിച്ച കൂലി, അതിന് കഷ്ടപ്പെട്ട കൂലി അവർക്കുണ്ട്. വലി സൗജിഹാ, അവളെ ഭർത്താവിനുണ്ട് കൂലി, ബിമാ കസബ, അവൻ അധ്വാനിച്ച് അവിടെ നിന്ന് കൊയലിൽ വിട്ട പൈസയല്ലേ, അവൻ അവിടെ നിന്ന് അയച്ച കാശല്ലേ നീ വസ്തുക്കൾ വാങ്ങാൻ ഉപയോഗിച്ചത്. ആ കൂലി അവൻ അധ്വാനിച്ച അങ്ങ് മസ്കറ്റിലെ ജോലിയുടെ കൂലി, അങ്ങ് ദേരയിലെ കൂലി, അതുപോലെ അങ്ങ് അബൂദബിയിലെ കൂലി, അങ്ങ് വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെട്ട കൂലി അവനുണ്ട്. വലിൽ ഖാസിനി മിസ്ല ദാലിക് ലാ യൻഖുസു ബഅലഹും അജ്റ ബഅലിൻ ഷൈആ. എല്ലാവർക്കും കൊടുക്കുമ്പോ ഷെയർ ചെയ്ത് കുറഞ്ഞു പോകുമെന്ന് പേടി വേണ്ട, എല്ലാവർക്കും ഒരുപോലെ അല്ലാഹു കൂലി നൽകുന്നുണ്ട് എന്ന് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. കുടുംബക്കാർക്ക് കൊടുക്കലാണ് ഏറ്റവും നല്ല സദഖ. കുടുംബക്കാർക്ക് ചിലപ്പോ അത് ബാപ്പയെ ഉമ്മയെ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ബാപ്പാനെ ഉമ്മാനറിയില്ല, പുറത്ത് വലിയ കേളിയാണ്, ആതുര സേവനത്തിൽ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൺവീനറാണ്, എല്ലാം അവനാണ്. എവിടെ രോഗി ഉണ്ടെങ്കിൽ വിളിക്കുന്നത് അവനെ. കേരളത്തിൽ തന്നെ ചില ആവശ്യങ്ങൾക്ക് അവനെ വിളിക്കുന്നത്. ഒരു ഹെൽപ്പ് ഇവിടെ ചെയ്യാൻ പറ്റുമോ?
വല്ലതും ഉണ്ട് അവിടെ ഒന്ന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ? സ്വന്തം വീട്ടിലെ ബാപ്പയുടെ ഉമ്മയുടെ കഥ അറിയണില്ല. നാട് നീളെ നടന്നിട്ട് പ്രാരാബ്ദങ്ങൾ ഉള്ള ആളുകളുടെ മുമ്പിൽ ചെന്ന് വീഡിയോയിൽ കയറി നിന്ന് സംസാരിച്ച് അക്കൗണ്ട് ഉണ്ടാക്കി നടക്കുന്നവർ. നല്ലത് തന്നെ, ഒരാളെയും ഉദ്ദേശമില്ല, ഉദാഹരണം മാത്രം. എന്നാൽ വീട്ടുകാരെ കുടുംബക്കാരെ പരിഗണിക്കാതെ പോയാലോ? ഇന്ന സ്വദഖത അലാ ദിൽ ഖറാബ യുളഇഫു അജ്റുഹാ മർറതൈൻ. കുടുംബക്കാർക്ക് ചെയ്യുന്ന കനിവ് അതിന് ഇരട്ടി പ്രതിഫലമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, എന്ത്? 4 ദീനാർ, ദീനാറൻ അഅതൈതഹു മിസ്കീന, മിസ്കീന് കൊടുത്ത 1 ദീനാർ, വദീനാറൻ അഅതൈതഹു ഫീ റഖബ, വദീനാറൻ അൻഫഖതഹു ഫീ സബീലില്ലാ, വദീനാറൻ അൻഫഖതഹു അലാ അഹ്ലിക. പാവപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ അടിമകൾക്ക്, യുദ്ധത്തിന് പോയ വഴിയാത്രക്കാർക്ക്, അതുപോലെ തന്നെ കുടുംബത്തിന് 4 ദീനാർ നീ ചിലവഴിച്ചു. 1 ദീനാർ പാവങ്ങൾ കൊടുത്തു, 1 ദീനാർ അടിമകൾ കൊടുത്തു, 1 ദീനാർ അൻഫഖതുഹു ഫീ സബീലില്ലാ, റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയി ദീൻ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൊടുത്തു. ഇനി 1 ദീനാർ ഉണ്ട്, അതേതാണ്? അൻഫഖതഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബക്കാർക്ക്, ബാപ്പക്ക്, ഉമ്മക്ക്, മറ്റു കുടുംബത്തിന്, ഭാര്യ മക്കൾക്ക് ചെലവഴിച്ചത്. അഫ്ളലു അല്ലദീ അൻഫഖതഹു അലാ അഹ്ലിക, അദബുൽ മുഫ്രദിലുണ്ട് ഈ ഹദീസ്. അതിലേറ്റവും കൂലി കുടുംബത്തിന് ചെലവഴിച്ചതിനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂട്ടത്തിൽ പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം കൊടുക്കണം. എന്തൊക്കെ പറയുന്ന പഠിച്ചോനെ? കൂട്ടത്തിൽ പിണങ്ങി നിൽക്കുന്നവന് കൂടുതൽ കൊടുക്കണം. അൻ ഹുമൈദ് ഇബ്നു അബ്ദുറഹ്മാൻ അൻ ഉമ്മി കുൽസൂം. എന്നെ നോക്കരുത്, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസ്, ഇമാം അഹ്മദ് തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്. മൂന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളുടെ പിൻബലത്തിലാണ് ഈ വിഷയം പറയുന്നത്. കൂട്ടത്തിൽ പിണങ്ങി നിൽക്കുന്നവനാണ് കൂടുതൽ മുൻഗണനയോടെ പ്രിയോറിറ്റി നൽകി കൊടുക്കേണ്ടത്. അഫ്ളലു സദഖതി അലാ ദിർറഹ്മിൽ കാശിഹ്, ദിർറഹ്മിൽ കാശിഹ്, ദിർറഹ്മിൽ കാശിഹ്. ഒരു ജ്യേഷ്ഠൻ പിണങ്ങി നിൽക്കുന്നു, ഒരു പെങ്ങള് കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ മിണ്ടണില്ല. ചെറിയ എന്തോ നിസാരം, എന്തോ ഒരു നിസാരം, ഉപ്പയോടോ ഉമ്മയോടോ സ്വാധീനം ചെലുത്തിയെന്നോ, ചെറുതെന്തോ വാങ്ങിപ്പോയെന്നോ, എന്തോ ആവട്ടെ, അതിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നവർ, അവർക്കാണ് നിന്റെ കയ്യിൽ കൊടുക്കാനുണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത്, കൂടുതൽ കൊടുക്കേണ്ടത് എന്ന് പരിശുദ്ധ ദീന്. ഉറച്ചവരെ, എന്തൊരു ശരീഅത്താണിത്! അഫ്ളലു സ്വദഖതി അലാ ദിർറഹ്മിൽ കാശ്. കൽബിനകത്ത് പാറ പോലെ, കൽബകം ഉറച്ചുപോയവരുടെ പാറ വെട്ടി വെട്ടി ശരിപ്പെടുത്തുന്നു ദീന്. ഞാൻ മിണ്ടൂല, ഓനെന്താ മിണ്ടിയാല്? അങ്ങനെയുള്ള ആളുകളുടെ കൽബ് ഇടിച്ച് തരിപ്പണമാക്കുന്നതിന് കൂലി വേണടോ. ദിർറഹ്മിൽ കാശ്, അവനെന്നെ കൊണ്ടുപോയി കൊടുക്ക്, അവനെന്നെ കൊടുക്ക്. ഈ മതത്തിന്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കണോ എങ്കിൽ അവനെന്നെ കൊടുപ്പിച്ചു ദീന്. പിണങ്ങി നിൽക്കുന്നവന്റെ വീട് വരെ അവനെ കണ്ട് സലാം പറയിപ്പിച്ചു. നിന്റെ കാശ് നിന്റെ അക്കൗണ്ട് കിടന്നത് വലിപ്പിച്ചിട്ട് അവന് കൊടുത്ത ദീനാണ്. അങ്ങനെ അകൽച്ച വേണ്ട. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരുപാട് നന്മകൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പിന്നെ നീ ശ്രദ്ധിക്കേണ്ടത് അയൽവാസികളെ, മറ്റു ആവശ്യക്കാരെ പരിഗണിക്കണമേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്, അനവധി കാര്യങ്ങൾ ധർമ്മത്തിന്റെ വിശദീകരിക്കാനുണ്ട്. 1ഉം 2ഉം ദിവസവും ഒക്കെ എടുത്ത് സംസാരിച്ചാലും തീരാത്തത്ര. ഒന്ന് ഓടിപ്പോകുന്നു. ധർമ്മം ചെയ്താലുള്ള കൂലി എത്രയാണ്? വേവലാതിയും പേടിയും ഇല്ലാതാകും, സമ്പാദ്യത്തിൽ വർധനവുണ്ടാകും, നരകാഗ്നിയിൽ നിന്ന് രക്ഷയുണ്ടാകും. എല്ലാത്തിനും ഹദീസുകളും തെളിവുകളുമുണ്ട്. 3 മണിയോടടുത്തതായതുകൊണ്ട് ഏകദേശം ജുമഅക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും വന്ന് പള്ളിയിലിരുന്ന് എല്ലാ കർമ്മവും നിർവഹിച്ച് ആളുകളായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
അതുപോലെ തന്നെ എല്ലാ ദുഷ്ടതയിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും. ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയും. അർശിന്റെ ഉടമയിൽ നിന്ന് ഐശ്വര്യവും സമൃദ്ധിയും കിട്ടും. അഥവാ അള്ളാഹു നമുക്ക് ഖൈറ് തരും. ഖബറിൽ കൂട്ടാളിയായി സദക്ക നിൽക്കും. ഖബറിന്റെ സുഗാന്തരീക്ഷങ്ങൾ വർദ്ധിക്കും. അർശിന്റെ തണല് കിട്ടും. അതുപോലെ തന്നെ പ്രഭാതത്തിൽ തന്നെ സമൃദ്ധി ഉണ്ടാകും. സദക്ക കൊടുത്താൽ നരകമോചനം കിട്ടാൻ കാരണമാണ്. അതുപോലെ അനവധി വിഷമങ്ങൾ തീരാൻ കാരണമാകും. ശത്രുക്കളുടെ മേൽ സഹായം ഉണ്ടാവും. ശത്രുക്കളെ തോൽപ്പിക്കാനും സദക്ക കൊടുത്താൽ കഴിയുമെന്നാണ്. മറ്റുള്ള പാവങ്ങളെ സഹായം കൊണ്ട് ശത്രുക്കളെ പോലും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. പ്രതിസന്ധികളിൽ ആത്മധൈര്യം ഉണ്ടാകും. മലക്കുകൾ മനുഷ്യരൂപത്തിൽ വന്നിട്ട് അവന് വേണ്ട കർമ്മങ്ങളെ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ മലക്കുകളുടെ നിരന്തര പ്രാർത്ഥനയുണ്ടാകും. ഒരുപാട് നന്മകൾ ദാനധർമ്മം ചെയ്താല്, മറ്റുള്ളവരോട് കനിവ് കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നൽകുമെന്ന് സയ്യിദുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ കഥ കൂടെ പറയട്ടെ. ആരെ കുറിച്ചാണ്? സൂറത്ത് യാസീനിൽ ഖൽബുൽ ഖുർആനിൽ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹബീബുൻ നജ്ജാർ, സാഹിബു യാസീൻ ഹബീബുൻ നജ്ജാർ. ഹബീബുൻ നജ്ജാർ ആ നാട്ടിലേക്ക് വന്ന, അവിടത്തേക്ക് വന്ന പ്രവാചകന്മാരെ കണ്ട് വിശ്വസിച്ച ആളാണ്. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരിച്ചതിന് ശേഷം സംസാരിച്ചിട്ട് കറാമത്ത് കാണിച്ച മഹാനാണ് ഹബീബുൻ നജ്ജാർ സാഹിബ് യാസീൻ. അവർക്ക് എന്തുകൊണ്ടാണ് മരിച്ചതിന് ശേഷം പറഞ്ഞു എന്നാ ഖുർആൻ പറയുന്നത്? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. മരിച്ചതിന് ശേഷം കിട്ടിയ അനുഗ്രഹങ്ങളുടെ മുമ്പിൽ എന്റെ നാട്ടുകാർ എന്നെ തല്ലിക്കൊന്നപ്പോ, എന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഏൽപ്പിച്ച് ജീവൻ എടുത്തപ്പോ എനിക്ക് കിട്ടിയ സുഹൃതം നന്മയായിരുന്നു. നിങ്ങളാണ് തെറ്റ് ചെയ്തവർ എന്നവരെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിരുന്നുവെങ്കിൽ, എനിക്ക് അല്ലാഹു ചെയ്ത നന്മ അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച പ്രസംഗിച്ച ഹബീബുൻ നജ്ജാർ എന്തുകൊണ്ടാണ് ആ സൗഭാഗ്യം കിട്ടിയത് എന്ന് കിതാബിൽ കാണുന്നു. ബിമാദാ നാല ഹാദിഹിൽ ഫളീല. ഈ വലിയ നന്മ അവർക്ക് കിട്ടാൻ കാരണം കാന യതസദ്ദഖു ബിനിസ്ഫി കസ്ബിഹി. അദ്ദേഹം ബായൽ ഹരീർ കച്ചവടക്കാരനായിരുന്നു. പട്ട് വിൽക്കുന്ന ആളായിരുന്നു. സിൽക്ക് വിൽപ്പനക്കാരനായിരുന്നു. കാന ബായൽ ഹരീർ, ഹരീർ വിൽക്കുന്ന ആളായിരുന്നു. കിട്ടിയ ഒരു ദിനത്തെ കാശിന്റെ നേർപകുതി സദക്ക ചെയ്തിരുന്ന ആളായിരുന്നു. കാന യതസദ്ദഖു ബിനിസ്ഫി കസ്ബിഹി. ഈ ദാനധർമ്മത്തിന്റെ ഫലമാണ് മരിച്ച ശേഷവും അദ്ദേഹത്തിന് ഇത്രമേൽ വലിയ മഹത്വത്തിലെത്താൻ സാധിച്ചത് എന്ന് പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു.